കൂട്ടുകാർക്ക് ചൂറ്റുചാറിന്റെ പാർട്ട് 2 അറിയത്തില്ല. That's an odd-looking piece of junk you found inside there. പിന്നെ Let down to be frank. You earned my respect. Here's some scraps, like I promised. ഒത്തിരി പാടുവാണ് കേസ് ഇത് കംപ്ലീറ്റ് ആക്കാൻ. ചിലർക്കെല്ലാം അറിയാം, കളിച്ചവർക്കെല്ലാം മനസ്സിലായി കാണും. പിന്നെ നമ്മൾ ഇന്നലെ ഇവിടെ പെട്ടെന്നാണ് നിർത്തിയത്. എനിക്ക് തോന്നുന്നില്ല, ഞാൻ പിന്നെ എടുത്ത് കളിച്ചായിരുന്നു. The monster hunter has arrived, I see. This is no ordinary hunt, mind you. We've already tried fighting Charles, but he retreats into the wilderness and he is sufficiently hot. നേരത്തെ വീഡിയോ നമ്മൾ എന്ത് പേരാണ് മറന്നുപോയി. കട്ടപ്പന്താസ്. ചൂറ്റിച്ചാളിന്റെ കട്ടപ്പന്താസ്. എന്റെ ട്രെയിന് ഞാൻ പേരൊന്നും ഇല്ല. എന്റെ പേരിന് ഞാൻ കപ്പലണ്ടിക്കാരനെന്നിടാം. അല്ല, കപ്പലണ്ടീസ് എന്നിടാം. എങ്ങനെയുണ്ട് കപ്പലണ്ടീസ് എന്ന് കിടക്കട്ടെ. വെറുതെ അവനെ ട്രെയിനെ കാണുമ്പോൾ എനിക്കൊരു ട്രെയിനിന്റെ ഷേപ്പിലുള്ള കപ്പലണ്ടീനെ ഓർമ്മ വരുന്നത്. ചേച്ചി എന്തോ പറഞ്ഞു, നമ്മൾക്കൊന്നും മനസ്സിലായില്ല. നമുക്ക് 3 സ്ക്രാപ്പ് കുറച്ചുകൂടെ കിട്ടിയിട്ടുണ്ട്. ലെറ്റ്സ് ഗോ. ചൂറ്റുചാൾ ഇവിടെ ഇങ്ങനെ കാണുക. കട്ടപ്പന്താസ് വരുന്നാടാ. പൂപ്പിച്ചാൾസ് എങ്ങനെയാണ് ഞാൻ പേരിട്ടെ? പൂപ്പിച്ചാൾസ് എന്നോ അല്ല, കട്ടപ്പന്താസ് എന്നാണ്. പൂപ്പിച്ചാൾ ഞാൻ നേരത്തെ സ്കേറി ട്രെയിൻ കളിച്ചപ്പോൾ ഇട്ടാണ്. പക്ഷേ അതിൻ്റെ വീഡിയോ എനിക്ക് അന്നേരം 7 വയസ്സുള്ളായിരുന്നു, അറിയാമല്ലോ. ഓക്കെ, ഇവിടുത്തെ വൈബ് കണ്ടു. GTA 5 പോലെ വൈബില്ല. ഇത്രയാണ് ഞാനെത്തും. ഇവിടെ എന്തെങ്കിലും സ്ക്രാപ്പ് കാണാൻ സാധ്യതയുണ്ട്. കിട്ടി. നിങ്ങളെങ്ങോട്ടാ പോകണ്ട? മറ്റേ ഒരു സാറുണ്ടല്ലോ, ആ സാറിൻ്റെ അടുത്ത് പോവാം. അങ്ങനെ എനിക്ക് കാണുമ്പോൾ തന്നെ കലിപ്പ്. കട്ടക്കലിപ്പ്. ഓക്കെ, അവിടെ പോയാണ് അവൻ്റെ കേവാണ്. നമ്മൾ ഗ്രീനൊക്കെ എടുക്കാൻ വന്നിരിക്കും. ഓക്കെ, നമ്മൾ ഗ്രീനൊക്കെ എടുക്കാൻ പോവുകയാണ്. ഗ്രീനക്ക് ഒത്തിരി കാത്തിരിപ്പിന് ശേഷം നമ്മൾ ഗ്രീനക്ക് എടുക്കാൻ വന്നു. ഗ്രീനക്ക് ഇതിൻ്റെ പാർട്ട് 3 ഇടാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ പറ്റുമായിരിക്കും. പാർട്ട് 4 എനിക്ക് ഇടാനുള്ള ഇവിടെ ആയിരിക്കും ഗ്രീനക്ക്. ആ ഗ്രീനക്ക് എടുക്കണം. നീ ഇത്ര പെട്ടെന്ന് ഇവിടെ വരയ്ക്കുന്നോ? ലോക്കയ്ക്കണം. ഇനി 8 മണിയോ? ഓക്കെ. ഗ്രീൻ പെയിന്റ്. എനിക്ക് റെഡ് ആയിരുന്നു വേണമെന്നത്. അല്ല, എനിക്ക് എഗ്ഗ് ഇവിടെ കിട്ടുമെന്നാണ് നോട്ടെ. ഇവിടെ ഇല്ല. അവിടെ എന്തോ തന്നെ പോകുന്നു. എഗ്ഗിൻ്റെ സ്ഥലത്ത് പോകാം നമുക്ക്. ഇവിടെ എഗ്ഗ് കാണും. എഗ്ഗുണ്ട്. നമ്മൾ എഗ്ഗിൻ്റെ അടുത്ത് എത്തിയിരിക്കുന്നു. ഗ്രീൻ എഗ്ഗിൻ്റെ അടുത്താണ്. ഗ്രീനൊക്കെ എവിടെയാണ് എനിക്കറിയത്തില്ല. തന്നെ ഗ്രീനൊക്കെ കിട്ടാട്ടോ, ഞാൻ കാണിച്ചു കൊടുക്കാം. അയ്യോ, ഗ്രീനൊക്കെ ആ റെഡൊക്കെ ബ്ലൂ ഒക്കെ കൂടെ വെക്കുമ്പോൾ ചുറ്റുചാളെ ഞാൻ കൊല്ലുമല്ലേ. എനിക്ക് അവനോടുള്ള ദേഷ്യം തീർന്നില്ല. ഗ്രീനൊക്കെ എടുത്തു നമ്മളെത്തി. നമ്മളെ
പിടിക്കാൻ വരും. അയ്യോ അയ്യോ ആരോ വന്നു. ഗ്രീനൊക്കെ നമുക്ക് അവസാനം കിട്ടി. ഞാൻ ബ്ലൂ റെഡ് കൂടെ കിട്ടിയാൽ മതി. അവിടെ നോക്കുമ്പം ഞാൻ കേന്ദ്ര ഓഫീസിൽ കണ്ടിട്ടുണ്ട്. ഉദ്യോഗമുള്ള കേന്ദ്ര ഓഫീസിൽ എന്തോ ചെയ്യേണ്ടതെന്ന്. നമ്മൾ ചുറ്റുചോളി ചാവും കേസ്. ചുറ്റുചോളി ചാവുന്ന എനിക്ക് കണ്ടാൽ മതി. ഒരു സമാധാനം കിട്ടും ചുറ്റുചോളി ചാവുന്ന കാണുമ്പോൾ. ആ സമാധാനം വേറെ എവിടെ കിട്ടുന്നു. നമ്മളിപ്പോൾ വേറെ ഗ്യാസൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ പുറത്തേക്കുള്ള വഴി ഏതായിരിക്കും എന്നാണ് എനിക്കിപ്പോൾ സംശയം. സൗണ്ട് കേൾക്കുന്നു. പാട്ട് പാടുന്നില്ല. ആ മനസ്സിലാടാ മനസ്സിൽ. അങ്ങോട്ടാ പോന്നു. നമുക്ക് ഈ വരി വെളിയിൽ പോകാൻ പറ്റുമെന്ന് തോന്നുന്നു. അവൻ കണ്ടില്ല. അയ്യേ മണ്ടൻ മുട്ട പോയത് കണ്ടില്ല. ഇവനെ പോലത്തെ മണ്ടനെയാണോ പിടിച്ച് ജോലിക്ക് വെച്ചേക്ക്. എനിക്ക് വെളിയിൽ പോണ വഴി ഇതുവരെ കണ്ടില്ലല്ലോ. സ്ക്രാപ്പൊക്കെ എല്ലാം കിടക്കുന്നുണ്ട്, പക്ഷെ വെളിയിൽ പോകാനുള്ള വഴി കാണുന്നില്ല. ഓ ഓ ഓ അവൻ വരാറായെന്ന് തോന്നുന്നു. ഓടാ ഓടാ ഓടാ. ഇവിടെ ഗ്യാസ് ചാടിയാൽ വെളിയിൽ പോകുമോ? ഇല്ലെന്ന് തോന്നുന്നു. നമുക്ക് ഇവിടുന്ന് പോയി നോക്കാം. അവനെവിടെ പോകുന്നെന്ന് എനിക്കറിയിച്ചില്ല. ആ മണ്ടനെ പിടിച്ച ജോലിക്ക് എടുത്തേക്കുന്നു. മുട്ട പോയത് പോലും കാണാത്ത എന്തൊരു അണമുണാഞ്ചനാവൻ. മണഗുണാഞ്ചൻ. മുട്ട പോയത് പോലും കാണാൻ പറ്റത്തില്ല. ഓടിക്കോടിക്ക് നമുക്ക് എഗ്ഗ് കിട്ടി. ഇനി നമ്മളെന്തോ എടുക്കും. നമ്മൾ ചൂച്ചുച്ചാളിനെ കൊല്ലണം. ചൂച്ചൂനെ ഞാൻ കൊല്ലും. അയ്യോ 0 സ്ക്രാപ്പായി. അതല്ല നമ്മളിന്ന് ചൂച്ചൂനെ അടിച്ചിട്ടേ ഉള്ളൂ. സ്വർണ്ണം പകയുണ്ട്. അപ്പാപ്പനെ കൊന്നതിൻ്റെ പക. അപ്പാപ്പനെ കൊന്നതിൻ്റെ പകയല്ല, അപ്പാപ്പൻ പോയത് തന്നെ നല്ലതായെന്നാ എനിക്ക് തോന്നുന്നത്. ഓക്കെ അറിയാലോ. പാർട്ട് 3 കുറച്ച് സൂപ്പറായിരിക്കും. ചൂച്ചൂനെ ഞാൻ അടിക്കും. ബ്ലൂ എഗ്ഗും എനിക്ക് എടുക്കാറുണ്ട് പാർട്ട് 5. പാർട്ട് 5 റെഡ് എഗ്ഗ് ആണ്. എനിക്ക് ചൂച്ചൂനെ കൊല്ലാമെന്നാ എല്ലാ ഗെയിമേഴ്സും പറയുന്നത്. അങ്ങനെ ഞാൻ ചൂച്ചൂനെ കൊല്ലും. ചൂച്ചൂനെ കൊല്ലിട്ട് ഞാൻ അന്നേരെ സ്റ്റോപ്പ് ചെയ്യും. ചൂച്ചൂനെ എപ്പോൾ കൊല്ലുന്നു അങ്ങനെ എല്ലാ സ്റ്റോപ്പ് ചെയ്യും. ഇവിടെ കേവ് പോലത്തെ സ്ഥലം പൊളിയ മോനെ. ഇവിടെ കാണൊരു വീട് വെച്ചായിരുന്നെങ്കിലോ മൈൻക്രാഫ്റ്റിൽ. ഇത്രയും ഗ്രാഫിക്സ് ഒന്നും മൈൻക്രാഫ്റ്റിൽ കാണത്തില്ല. എന്നാലും ഇവിടെക്കെല്ലാം ഒളിക്കാൻ പറ്റുന്ന സ്ഥലമാണ്. വേറെന്തോ കാണാൻ വേണ്ടി വെച്ചേക്കുന്നു. ഇവിടെക്കെല്ലാം വീട് കൊണ്ടുവന്ന് വെച്ചിടും. മടിക്ക് ഒരു വീടുണ്ട്. സ്റ്റാഫ് എടുക്കാം. ഹലോ പൈലറ്റാണോ? എവിടെ പോകുന്നു? പ്ലെയിനൊന്നും കാണുന്നില്ലല്ലോ. പെണ്ണിനൊക്കെ പോയോ? പാർട്ട് 3 ഹിറ്റാവാൻ പോവുകയാണ്. ചുറ്റുചാള് 2 ഇറങ്ങിക്കോട്ടെ, ഞാൻ കാണിക്കാം. അതായത് ചുറ്റുചാളിലെ സ്പ്രിങ് വന്ന പോലെ നമ്മൾ ബോംബ് വെക്കുന്നൊരു മിഷൻ ട്രാപ്പൊക്കെ ആക്കി ചാവും. നമ്മൾ പിന്നെ മുട്ട വെച്ചാൽ മതി, പിന്നൊന്നും ചെയ്യണ്ടല്ലോ. നമ്മൾ അസുര ജന്മമാണ്. ചൂച്ചുവിനേക്കാളും വലിയ അസുര ജന്മം ആരാണ്? ഞാനാണ്. ഇന്ന് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ള ചൂച്ചുവിനെ എനിക്ക് കൊന്നേ പറ്റും. എങ്ങനെയെങ്കിലും കൊന്നില്ലേ. ഇവിടെക്കെല്ലാം മൈൻക്രാഫ്റ്റിലെ എന്തുവായിരുന്നു, മൈൻക്രാഫ്റ്റോ അങ്ങനെങ്ങാണ്ട് പറയുന്നൊരു സാധനം ഇവിടെക്കെല്ലാം ഇരിപ്പുണ്ട്. എന്താണെന്ന് അറിയത്തില്ല. അവൻ പോകാൻ വേണ്ടി ഇരിക്കുകയാണ്. അവന്
പൈലറ്റില്ലേ, അവൻ്റെ പൈലറ്റാണ്. അവനിങ്ങനെ പോകാൻ വേണ്ടി വെറുതെ നിൽക്കുകയാണ്. ഓ എനിക്ക് പോകണമല്ലോ എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. ഇവിടെ രാവിലെ ആവത്തില്ല, ഇതാണ് പ്രശ്നം. എൻ്റെ രാവിലെ ഒന്നും ആയായിരുന്നു പറയുകയാണോ പറഞ്ഞ ചൂച്ചു അല്ലല്ല. കിട്ടി. കട്ടപ്പദാസ് വരുവാണെങ്കിൽ ആ കട്ടപ്പദാസിനെ എനിക്ക് അടിക്കണം. ചൂച്ചു കട്ടപ്പദാസ് എന്ന് വിളിക്കുക. കട്ടപ്പദാസ് എന്ന് വിചാരിക്കാൻ നിങ്ങൾ ബാഹുബലിയുടെ കട്ടപ്പ വരുമെന്നല്ലേ വിചാരിക്കും. അത്തരം കാണോ ആ ചൂച്ചു കട്ടപ്പദാസ് വരുവാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ. ചൂച്ചു കട്ടപ്പദാസിനെ പടമാക്കും. പടം നമ്മുടെ ട്രെയിനിൻ്റെ വെട്ടം കാണുമ്പോൾ തന്നെ എനിക്ക് ചൂച്ചുവിനെ ഓർമ്മ വരിക. എൻ്റെ പണ്ട് സ്കേറി ട്രെയിനിൽ ചത്തുപോയ ചൂച്ചു. പണ്ട് ഞാൻ ഇങ്ങനെ മൊബൈലിൽ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിരത്താണ് സ്കേറി ട്രെയിൻ എന്ന് പറയുന്നത്. അതിനകത്ത് ഞാൻ അവസാനം മിഷനെല്ലാം ചെയ്യിച്ചിട്ട് പിന്നെ ആട് വരുത്തോളന്നേ ഉള്ളൂ. ആടൊക്കെ ഞാൻ കണ്ട് മിഷനും ചെയ്ത് ഓനെ ആടും കണ്ട് മിഷൻ ചെയ്ത് അവസാനം അത് കംപ്ലീറ്റ് ആക്കാൻ എനിക്ക് 4 ദിവസം എടുത്തു. കാരണം അത് ഒത്തിരി ഉണ്ട്. അതിനകത്ത് മിഷനെല്ലാം ചെയ്ത് ചൂച്ചുവിനെ കൊന്നങ്ങ് ഇരിക്കും നമ്മൾ. അത്രേ ഉള്ളൂ നമ്മൾ. അതിനകത്തൊരു ഞാൻ കംപ്ലീറ്റ് ആയി ചെന്നേരം അതിനകത്തൊരു സായിപ്പ് പോലെ ഇരുന്നു നമ്മളെ ചൂച്ചു. അതിനകത്ത് ചൂച്ചു സായിപ്പ് പോലെ ഇരുന്നുകൊണ്ട് എനിക്ക് അതുകൊണ്ട് എനിക്ക് ചൂച്ചുവിനെ ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഞാൻ ചൂച്ചുവിനെ ചെന്ന് കൊന്നു. ആ ചൂച്ചുവിനെ സായിപ്പ് പോലെ ഇരുന്നു. എനിക്കങ്ങനെ സായിപ്പുമാരെ ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ അതങ്ങ് എടുത്ത് അങ്ങ് കളഞ്ഞു. കൊന്നതിന് അതിൻ്റെ ചത്ത മുഖം കാണുമ്പോൾ അതിൻ്റെ മുഖത്തൂടെ ഒരു കമ്പി ഇടിച്ചു കയറിയ സാറില്ല. അവൻ ചത്താന്ന് പറഞ്ഞ് നമുക്ക് എന്താ വെറുതെ വെച്ചേക്കുന്നത്. ചൂച്ചു ഇപ്പം നമ്മളെ ട്രെയിനിൻ്റെ പുറകെ വന്ന് നിൽക്കും. എന്നിട്ട് അവനെ കാണുന്നില്ലല്ലോ. അവൻ പോയി കാണും. ഇപ്പം ചമ്മിപ്പോയി കാണും. ചൂച്ചു കട്ടപ്പദാസ് നമ്മളെ ട്രെയിനിൻ്റെ പുറകെ വന്ന് നിന്നിട്ട് അവൻ പോയല്ല. അവനെ പ്രതീക്ഷിച്ച് തിന്നാൻ വേണ്ടി അവനെ വന്നതാണ്. അപ്പോഴത്തേക്കും അവനങ്ങ് പോയി. ഞാൻ എന്തോ ചെയ്യും? അവൻ പോകണ്ട, എനിക്കൊന്നുമില്ല. പിന്നെ അവനെ പിടിച്ചോളാം. പിടിച്ചോളാം വലുത് തന്നെ കണ്ടല്ലോ. ഇതൊരു ഭാഗ്യം തന്നെയാണ്. യെസ് കേസ് പാർട്ട് 3 ഇറങ്ങുമ്പോൾ എന്തോന്നുണ്ട്. ഈ ചൂച്ചുചാളൻ്റെ 2-നകത്തൊരു ബസ്സൊക്കെ ഉണ്ടെന്ന് പറയുന്നു കേട്ടോ. ഒത്തിരി ഷോർട്സിലെല്ലാം ഞാൻ കാണുന്നതാണ്, അറിയാമല്ലോ. ഓക്കെ കേസ് ഇന്നത്തെ വീഡിയോ ഇവിടെ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക.